ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെന്റ് പെൻ ഡ്രീംസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഉച്ച മുതൽ രാത്രി വരെയുള്ള ഒരു വ്ളോഗ് എടുക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിലാണെന്നില്ല, പാലക്കുന്ന വീട്ടിൽ. അവർ രണ്ടാളെ അറിയാലോ. അപ്പോ ഹായ് അഗേ, അനു ഹായ് അഗേ. അനു ഏടിയും കാണില്ല. അപ്പൊ അത് പിങ്കി ചേച്ചി വന്നിട്ടുണ്ട് ഇപ്പോൾ വിഷു സമയത്ത്, ഒരാഴ്ച. അതെ, അപ്പൊ നമ്മ ഇവിടെ എൻജോയ്, ഇപ്പോൾ ഇവിടെ വീട്ടിലാണെന്ന്. അപ്പൊ നമ്മ ഇപ്പോൾ ഉച്ചക്ക് സിനിമക്ക് പോകുന്നതാണ് കാഞ്ഞങ്ങാടിക്ക്. ഇപ്പൊ നമ്മ ഇരുന്ന് ബസ് 2:30 ഷോ. അപ്പോ അനു, നീ സിനിമ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടാ? തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ പോകുന്നത്, അവളെ ലൈഫിലുള്ള ആദ്യമായിട്ട് തിയേറ്ററിൽ പോകുന്നത്. അപ്പൊ എങ്ങനെ അവിടെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ആരാ നിന്നെ കൊണ്ടുപോകുന്നത്? പിങ്കി ചേച്ചി. അപ്പൊ ഞാനോ? അപ്പോ നീ എത്രാമത്തെ പ്രാവശ്യം പോകുന്നത്? 2ാമത്തെ പ്രാവശ്യം. ഫസ്റ്റ് ടൈം എങ്ങനെ പോയത്? അപ്പൊ അന്ന് അമ്മേനൊന്നിച്ച് പോയിന്. അപ്പൊ അനു എന്നോട് പറഞ്ഞു, പിങ്കി ചേച്ചി സിനിമ ടാക്സി പോകുന്നുണ്ട്, ഞാന് വരട്ടാ നമ്മൾ വന്നു. അപ്പൊ അപ്പൂനെ നമുക്കറിയില്ല, ഞാൻ ഇവള് പ്ലാൻ ചെയ്ത്. അപ്പൊ പിന്നെ അപ്പൂനോട് ചോദിക്കുമ്പോ നാ വരുന്ന. അപ്പൊ അനുവിന് ബേജാറാന്ന് സിന്തമ്മ കൊണ്ടുപോകാത്തോണ്ട്. ഇല്ല, അന്ന് അപ്പൂനെ മാത്രം കൊണ്ടിന് കുറിഞ്ചി കാണാൻ കൊണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടത് കുരിഞ്ഞി നമ്മളെ ഹൗസിന്റെ സിനിമ കാണാൻ വേണ്ടി അപ്പു പോയത്. ഇത് സെക്കൻഡ് ടൈം ആണ് അപ്പു പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കാഞ്ഞങ്ങാട് എത്തിയിട്ട് തിയേറ്ററിൽ എത്തിച്ച ശേഷം നമുക്ക് കാണാം. ആടുന്ന ഒരാൾ കൂടിയുണ്ട്. അപ്പൊ നമ്മളെ കസിൻ ഉണ്ട് ഗൈസ്, മാളു വരും. അപ്പൊ മാളു നീലേശ്വരത്ത് നിന്ന് വരുന്നതാണ്. കൂടെ അപ്പൊ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ നമുക്ക് കാണാം. ബൈ ഗൈസ്. നമുക്ക് ബസ്സിലാണില്ലേ ഗൈസ്? കാഞ്ഞങ്ങാടെത്തിയതാ. മാളുവിനെ കെട്ടി. മാളു ഹായ് പറ. പിള്ളേരുണ്ട് ഗൈസ്. ഗൈസ്, നമ്മിപ്പോ ദീപ്തിയിലെത്തിയത്. എല്ലാരും ഉണ്ട്. ഹലോ പറഞ്ഞേ. നല്ല വെയിലാണ് ഗൈസ്. ഉച്ചക്ക് 2:30 ഷോ ആണ് കേട്ടോ. ഇതാണ് ഗൈസ് വിജയം. നമുക്ക് തിയേറ്ററിലെത്തി ഗൈസ്. എല്ലാരും ഉണ്ട്. ഹലോ ഹായ് പറ. ഗൈസ്, അങ്ങനെ സിനിമ കഴിഞ്ഞു ഗൈസ്. എല്ലാരും എന്താണ് AC വർത്തിട്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ചൂടെടുക്കുന്നത്. ചിരിക്കാനുണ്ട് ഗൈസ് കൊറേ. ഐ ലൈക്ക് ഇറ്റ്. ബേസിന്റെ അടിപൊളി ക്യാരക്ടറാണ്. അപ്പൊ ഇനി നമ്മള് പാലക്കുന്ന് പോകണം. മാളു നീലേശ്വരം പോകും ഗൈസ്. നമ്മ അങ്ങനെ AFC തിന്നാൻ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഗൈസ്. കണ്ട ഫോട്ടോയിൽ വന്നതാണ് ഗൈസ്. നമ്മ അങ്ങനെ KFC മേടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ചേട്ടാ ഹായ് പറയൂ. കാണുന്നില്ല, വിളിച്ചിട്ടോ. ഇത് പാർസൽ വാങ്ങാനാ വന്നത്. ഇന്ന് അമ്മേന്റെ വക പാർട്ടി വീട്ടിൽ നിന്ന്. ഗൈസ്, നമ്മടെ KFC വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. പാർസലാണ്. 10 മിനിറ്റ് കാത്തിക്കാൻ പറഞ്ഞു. ചൂട് അവിടെ AC ഇരുന്നിട്ട് അമ്മ ഒന്നറിഞ്ഞിട്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ചൂടറിയിട്ട് ഗൈസ്. നമ്മളിത് കിട്ടി ഗൈസ്. നമ്മ KFC 3 ബാഗിലിട്ട് ഗൈസ്. 3 കളറും പറ്റും. അപ്പൊ നമുക്ക് ഇനി അടിച്ചു മാറ്റാം ഗൈസ്. ഇനി വീട്ടിലേക്ക് പോവാട്ടോ. ഇത് സ്ഥലം എവിടാന്നറിയോ? മൻസൂർ ഹോസ്പിറ്റലിന്റെ കുറച്ചിപ്പുറം എന്ന് പറഞ്ഞാല് കുറച്ച് നടക്കണം. എന്താ ഇത് മൻസൂർ ഹോസ്പിറ്റൽ. ഇത് അതാ ബിൽഡിങ്. ആ കാസർഗോഡ് എൻട്രൻസ് പഠിക്കാന്ന് പറഞ്ഞിട്ട് കണ്ട അതിന്റെ ഇപ്പുറം. അപ്പോ എന്താ അനു ചാളമാർക്ക് ഭയങ്കര സന്തോഷം. കൈമ കണ്ടോ കിറ്റല്ലോ. പിങ്കി ചേച്ചി ലാസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തി ഗൈസ്. എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറ്റി തുടങ്ങും. എല്ലാവരും വരുന്നത്രേ ഗൈസ്. ഹായ്.
ചളവരി സിമേച്ചി ഹായ് നമ്മളെല്ലാവരും തിന്നുന്നുണ്ട് പിന്നെ മറ്റേ ഇത് ഫ്രഞ്ച് ഫ്രൈസ് തോന്നിയ ശേഷം ഇപ്പം നൂൽപുട്ട് വീണേച്ച് മംഗളാരത്തിന് കൊണ്ടത് നാനേച്ചി സ്പെഷ്യൽ സീമേച്ചി ഉണ്ട് ശില്പേച്ചി ഉണ്ട് വീണേച്ചി ഉണ്ട് ബാക്കി എല്ലാവരും ചോട്ടാ ബലിച്ചെല്ലാം അപ്പുറം ഭാഗമുണ്ട് റെസ്പെക്റ്റുണ്ട് ഇതേണ്ടത് വെച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുണ്ട് അപ്പോൾ കഴിച്ചതിന് ശേഷം ബാക്കി പറയാം മോനോട്ട് ആയിയൊക്കെ അമ്മമ്മയുണ്ട് ഉണ്ണിയുണ്ട് ഉണ്ണി മുടിയെല്ലാം കളർ അടിച്ചിട്ടാന്നുള്ളത് അപ്പൊ അവരെല്ലാം അപ്പുറം ഭാഗം ഉണ്ടായിരുന്നതാണ് ഇനിയിപ്പോ ഭക്ഷണത്തിന് കൂടിയൊക്കെ വന്നു ഗൈസ് അങ്ങനെ പാർട്ടിയെല്ലാം ഗംഭീരായി ഫുഡെല്ലാം കഴിച്ചു അപ്പൊ എല്ലാം ഏട്ടത്തിമാരെല്ലാം ക്ലീൻ ആക്കിയിട്ടാ അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു വരുന്നു സിനിമ അടിപൊളിയായിരുന്നു ഇവിടെ വന്നിട്ട് KFC വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്ഥിരമായിട്ട് വരുന്ന പോലെ ലൈക്കും ഷെയറും കമന്റ് ചെയ്യാം അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ഗുഡ് നൈറ്റ് ശുഭരാത്രി